ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെ തിരുവചനങ്ങളിലാണ് മംഗളവാർത്തക്കാലം 3-ാം ഞായറാഴ്ച നാം ധ്യാനിക്കുന്നത്. രക്ഷകനായ ഈശോ മിശിഹായുടെ ജനനത്തിന് ഒരുക്കമായി വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് സുവിശേഷം ഇന്ന് നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തിപരമായും കുടുംബത്തിനും നമുക്ക് ചേർന്ന സന്ദേശങ്ങൾ നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാനാവും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പരിചയപ്പെടുത്തുന്ന 2 അനുഗ്രഹീത കുടുംബങ്ങൾ സഖറിയായുടേതും ജോസഫിൻ്റേതുമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം ദൂതരിലൂടെ പ്രവർത്തിച്ച് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകുന്ന 2 കുടുംബങ്ങൾ. ദൈവത്തിൻ്റെ കാരുണ്യമാണ് സാധാരണക്കാരായി ജീവിക്കുന്ന മനുഷ്യരെ അസാധാരണത്വം നൽകി അനുഗ്രഹിക്കുന്നത് എന്ന് ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന രീതികൾ നമുക്ക് വ്യത്യസ്തമാണ് എന്ന് മാത്രം. സഖറിയായുടെ കുടുംബത്തിൽ അത് വാർദ്ധക്യകാലത്ത് സ്നാപക യോഹന്നാൻ എന്ന പുത്രനിലൂടെയാണെങ്കിൽ അത് ജോസഫിൻ്റെ കുടുംബത്തിൽ രക്ഷകന്റെ ജനനമായി പരിണമിക്കുന്നു എന്ന് മാത്രം. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പല വ്യക്തികളിലൂടെ, പല അനുഭവങ്ങളിലൂടെ, പല രോഗസൗഖ്യങ്ങളിലൂടെ, പല ആശ്വസിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ കാരുണ്യം അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന വിശുദ്ധമായ ദിനമാണല്ലോ ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ സ്നാപക യോഹന്നാൻ്റേത് എന്നതുപോലെയുള്ള ഒരു ജനനത്തിന് ആ അയൽക്കാരും ബന്ധുക്കളും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരനുഭവമാണ് ക്രിസ്തുമസ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗം ചില വ്യക്തികളെ പേരിട്ട് വിളിക്കുമ്പോൾ സ്വർഗം അവരെ അവരുടെ ദൈവീക പദ്ധതിയുടെ ഭാഗമാക്കി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. നാം ഒക്കെയും നമ്മുടെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും നാമധേയങ്ങൾ പേറുന്നവരാണല്ലോ. തീർച്ചയായിട്ടും ആ പേരുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് നന്മകൾ കൂടിയുണ്ട്. ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പേരിന് പൂർണ്ണമായ അർത്ഥം കൈവരുന്നത്. സ്നാപക യോഹന്നാൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തലങ്ങളൊക്കെ തേടുമ്പോഴും സ്നാപക യോഹന്നാൻ ദൈവത്തിൻ്റെ പിന്നിൽ എത്ര സുന്ദരമായി തൻ്റെ ജീവിതം വഴിയൊരുക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ പേരിൻ്റെ വ്യക്തത നമുക്ക് കൂടുതൽ തിരിച്ചറിയാനാകുന്നത്. സ്നാപക യോഹന്നാൻ എന്നുള്ള പേര് പറയാൻ പോലും സ്വർഗം അവസരം കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിപ്പിക്കുമാറ് സഖറിയായുടെ മൂകത ചിലപ്പോഴെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സഖറിയ മൂകനായിരുന്നിട്ടും യോഹന്നാൻ എന്നുള്ള പേര് തൻ്റെ കുഞ്ഞിന് നൽകണം എന്ന് പറഞ്ഞ എലിസബത്തിൻ്റെ മനോഭാവം സ്വർഗം മൗനത്തിലൂടെ സംസാരിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. മൗനത്തിലൂടെ സഖറിയ, നീ ഇനി സംസാരിക്കേണ്ട, സ്വർഗത്തിനും ദൈവത്തിനും സംസാരിക്കാൻ ഇട നൽകുക എന്ന് സ്വർഗം പറയാതെ പറയുന്ന ഒരനുഭവമാണ് യോഹന്നാൻ എന്നുള്ള പേര്. ഓരോ പേരുകളും സുവിശേഷത്തിലും ദൈവവചനത്തിലുമൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളും പേറുന്നവയാണ് എന്ന് നമുക്കറിയാം. കേപ്പ എന്ന് പേരിട്ട പത്രോസും അബ്രാം എന്ന് വിളിക്കപ്പെട്ട അബ്രാഹം എന്ന വിശ്വാസികളുടെ പിതാവും, അങ്ങനെ ഒരുപാട് നാമധേയങ്ങളുമൊക്കെ വചനത്തിൽ നിലകൊള്ളുന്നത് ചില ഉത്തരവാദിത്തങ്ങളെയും ദൈവിക പദ്ധതികളെയും ഓർമ്മിപ്പിക്കുവാൻ കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. മൗനത്തിൻ്റെ ഭാഷയ്ക്ക് ദൈവത്തിൻ്റെ സംസാരം എന്നുകൂടി അർത്ഥമുണ്ട്. നമ്മൾ മൗനമായിരിക്കുമ്പോൾ നമ്മുടെ സംസാരങ്ങൾ ജീവിതത്തിൽ നിലയ്ക്കുന്ന സമയത്തൊക്കെയും ദൈവം നമുക്കായി സംസാരിച്ചു തുടങ്ങും. ദൈവിക നാമധേയങ്ങൾ, ദൈവികമായ തീരുമാനങ്ങൾ നമുക്ക് വ്യക്തമാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്കത് ഒരു സന്തോഷത്തിന് കാരണമാവുകയാണ്. സഖറിയായുടെ കുടുംബത്തിൻ്റെ സന്തോഷം, എലിസബത്തിൻ്റെ സന്തോഷം ആ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൻ്റെയും വീടിൻ്റെ അകക്കോണുകളിൽ മാത്രം ഒതുങ്ങി നിന്നതല്ല എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ്
ദൈവത്തിൻ്റെ കാരുണ്യത്തിലൂടെ സന്തോഷിക്കുന്ന ഒരനുഭവം ഈ തിരുപ്പിറവിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ നമുക്കും ആഗ്രഹിക്കാം എന്നുള്ളൊരു ശക്തമായ സന്ദേശം നമുക്ക് ഈ വചനത്തിൽ നിന്ന് സ്വീകരിക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കണം. പലപ്പോഴും ഇന്നിൻ്റെ ഒരു ശൈലി നമ്മുടെ വ്യക്തിപരമായ സന്തോഷങ്ങൾ സ്വകാര്യമാക്കി വയ്ക്കാനും മറ്റുള്ളവരുടെ ചില സന്തോഷങ്ങളിൽ നമുക്ക് അവരോട് അസൂയ പൂണ്ട മനോഭാവങ്ങളോടെ ജീവിക്കാനുമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്നത് ദൈവാനുഭവത്തിൻ്റെ ഒരു പ്രകാശനം കൂടിയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച സക്കറിയായുടെ കുടുംബം സന്തോഷിച്ചതുപോലെ നമുക്കൊരുമിച്ച് സന്തോഷിക്കാം. മറ്റുള്ളവരുടെ സന്തോഷങ്ങളോട് ചേർന്ന് നിൽക്കാം. എൻ്റെ വ്യക്തിപരമായ സ്വകാര്യമായ സന്തോഷങ്ങളൊക്കെയും മറ്റുള്ളവരുടെയും കൂടി ആക്കി മാറ്റി ഈ തിരുപ്പിറവിയുടെ നാളുകൾ നമുക്കേറെ അനുഗ്രഹീതമാക്കാം. വിശുദ്ധമായ ഈ ജനനം ദൈവം നമുക്കായി ഒരുക്കിയ വലിയ രക്ഷയുടെ ഒരു മുന്നോടിയാണ്. സ്നാപക യോഹന്നാൻ ജീവിതത്തിൽ എത്രമേൽ ത്യാഗത്തോടുകൂടി ദൈവത്തിന് വഴിയൊരുക്കിയോ അത്രമേൽ ത്യാഗത്തോടെ ഈ നോമ്പ് നോറ്റ് ഈ വിശുദ്ധമായ ദിനങ്ങളിലൂടെ ത്യാഗത്തിൻ്റെ മനോഭാവത്തോടെ നമ്മുടെ സ്വകാര്യമായ സന്തോഷങ്ങൾ എല്ലാവരുടെയും സന്തോഷമാക്കി മാറ്റി പുണ്യത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.